ശ്രീകൃഷ്ണ ഭഗവാൻ നിന്റെ കൂടെ ഉണ്ട്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങ് മറഞ്ഞു. കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ദാ പ്രഭാകര സിദ്ധിയോയിസിലും ദേ പോണം എന്ന് ഇദ്ദേഹം പറയുക. എന്ത് കണ്ടു നിങ്ങളെന്ന് ഞാൻ ചോദിച്ചു. അതൊരു പൂർണ്ണ ചന്ദ്രൻ, അതിന്റെ നടുക്ക് സ്വാമി ഇങ്ങനെ. ക്ഷേത്രത്തിന്റെ വാതൊക്കെ ഒരു കടയിൽ ചെന്ന് ഭസ്മം വാങ്ങിക്കുക. ഭസ്മം വാങ്ങിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു സ്വാമി പ്രത്യക്ഷപ്പെട്ടു. എന്നോട് പറഞ്ഞേ, നിനക്ക് തന്നേക്കുന്ന ഭാഗവതമെന്ന് പറഞ്ഞു. മണ്ണിനടി പോയവരെയും വെള്ളത്തിനടി പോയവരെയും ഒക്കെ പിടിച്ചോണ്ട് വരേണ്ട ജോലിയാന്ന് പറയുന്ന ആത്മാവിനെ പിടിച്ചോണ്ട് വരും. ചിലപ്പോഴൊക്കെ കയ്യിലൊക്കെ ഒരുപാട് കെട്ടുകെട്ടും, കാലയിലൊക്കെ ഒരുപാട് കെട്ടുകെട്ടും, ചിലപ്പം ചീത്ത വിളിക്കുന്നേക്കപ്പ പൂരാ തെറി വിളിക്കും ചിലപ്പോൾ. അപ്പൊ ഞങ്ങൾ അയ്യപ്പന്റെ അടുത്ത് പോലെ, എടി അയ്യപ്പൻ എന്നല്ല, അബ്ജൻ, ആ വിഭക്തി പ്രത്യേകം കേൾക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തുവാ? അപ്പ് വെള്ളം, അബ്ജം താമരയിലിരിക്കുന്ന പോലെ തന്നെ. അപ്പൊ അതിനിടയ്ക്ക് കുറേ സമയങ്ങളിലാണ് അദ്ദേഹം എന്നെ കൊണ്ട്, ഈ മരണാനന്തര ജീവിതമല്ലേ എൻ്റെ തിസീസ്, അപ്പൊ എന്നോട് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നീ വഴിയെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അപ്പം ഏപ്രിൽ 7-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. 1986 ഏപ്രിൽ 6-ാം തീയതിയാണ് സമാധി ഇരുന്നത്. 7-ാം തീയതി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. അപ്പൊ പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഇതൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. ഭസ്മ, എണ്ണ, കർപ്പൂരം ഇത്യാദികളല്ലാതെ ഒന്നും അവിടേക്ക് കൊണ്ടുവരണ്ട. കറക്റ്റായിട്ട് ഇത് സംഭവിച്ചു. ഞാൻ അവിടെയൊക്കെ എല്ലാവരോടും പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഭക്തരോട് പറഞ്ഞു, അദ്ദേഹം മരണമില്ലാത്ത യോഗിയാണ്. ഇത് രമ പറയുന്ന ഒന്നും ശരിയല്ല, നിന്റെ ഇപ്പോഴത്തെ ആ ഒരു ബുദ്ധിയിലും സ്വാമിയുടെ കൂടെയുള്ള സമ്പർക്കത്തിനും നിനക്ക് തോന്നുന്ന ഭ്രമമാണ്. ആരും വലിയ സിദ്ധവിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് വടകര സിദ്ധവിദ്യാർത്ഥികൾ, വിശ്വസ്വാമിയൊക്കെ ഉണ്ട് അവിടെ, ശങ്കരനാരായണ സ്വാമിയുണ്ട്, അച്ഛനുണ്ട്, എല്ലാം പണ്ഡിറ്റുകളാണ്. ഇവരുടെ ഒന്നും അടുത്ത് ചെന്ന് പെടാനൊക്കത്തില്ല. എല്ലാം വേദവും വേദാന്തവും യോഗയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന നമ്മൾ അന്തം വിട്ട് നോക്കി നിൽക്കത്തേ ഉള്ളൂ. നമ്മളെ അതിൻ്റെ കൂട്ടത്തിലൊന്നും കണക്ക് കൂട്ടിയിട്ടേ ഇല്ല. നമ്മളിങ്ങനെ എന്തോ ഒരു അപാകത പറ്റി എന്നുള്ള പെട്ടില്ല. അപ്പോൾ ആരും സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സംഭവമെല്ലാം കരുതിക്കൊട്ടി. ഞാനിതെല്ലാം വാങ്ങിക്കാം. ഹരിപ്പാട് ഞാനും സ്വാമിയായിട്ടൊക്കെ ഇരിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ വാതൊക്കെ ഒരു കടയിൽ ചെന്ന് ഭസ്മം വാങ്ങിക്കുക. ഭസ്മം വാങ്ങിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു സ്വാമി പ്രത്യക്ഷപ്പെട്ടു. എന്നോട് പറഞ്ഞേ, എല്ലാം വാങ്ങിച്ചെന്ന് ചോദിച്ചു. വാങ്ങിച്ചു. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു. ഞാൻ ഒരു നാരങ്ങ വെള്ളം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കുടിച്ചിട്ട് പറഞ്ഞു, ഇത് അവസാന കുടിയാന്ന് പറഞ്ഞു. പകുതി എനിക്ക് തന്നു, പകുതി ആ സ്വാമിയും കുടിച്ചു. അതാ എനിക്ക് കണ്ട സ്വാമി. എന്നിട്ട് പറഞ്ഞു, നീ ഇനി കരുവറ്റ ഗോലോകാശ്രമത്തിൽ കൊണ്ടുവന്ന് പോകണം, നിന്റെ നിനക്ക് തന്നേക്കുന്ന ഭാഗവതമെന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ നിന്റെ കൂടെ ഉണ്ട്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങ് മറഞ്ഞു. ഞാനിതെല്ലാം വാരി കെട്ടിക്കൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് സമാധി ഇരിക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞു. അച്ഛനും അമ്മയും എല്ലാം വെപ്രാളം പിടിക്കുന്നു. ഞാനായിട്ടൊരു ടാക്സി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ഒരു സ്വർണം പണയത്തിലിരിപ്പുണ്ടായിരുന്നു. സ്വാമി ഉരി വെച്ചു. അധികം സ്വർണ്ണമൊന്നും ഇല്ല. ഞാനത് മേൽപ്പണയം വെച്ചിട്ട് എനിക്ക് കുറേ പൈസ കിട്ടി. ഇതെല്ലാം റെഡിയാക്കുക, ഇതെല്ലാം ആരോ പറയുന്നാലും ഞാൻ റെഡിയാണ് പോകാൻ. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഞാൻ ടാക്സി എല്ലാം റെഡിയാക്കി വെച്ചു. നീയോ? ഞാൻ പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ അറിഞ്ഞു, ഭഗവാൻ എന്നെ പിന്നെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി സമാധി ഇരുന്നിരിക്കുക. അപ്പം പിന്നെ അധികം സമയം എടുത്തില്ല, പെട്ടെന്നങ്ങ് പോയി പിന്നെ അവിടെ വെച്ചു. പിന്നെ അപ്പോൾ അവിടെ നിന്ന് അത് മാറ്റി അവർ പിറ്റേ ദിവസം അത് കൊണ്ടുവന്നൊരു അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ മണ്ണിനടിയിൽ പോകുന്നതല്ല. എനിക്കൊരു ദുഃഖവും ഇല്ല, എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല. അപ്പം ഇതാ ഒരു പുറമ്പോക്കിലാണ് കൊണ്ടിരുത്തിയത്. ആ മുറിയിൽ പവറായിരുന്നു. അദ്ദേഹം ഇരുന്ന മുറി ഭയങ്കര പവറായിരുന്നു. അവിടെ ഇരുത്തിയില്ല അവർ. ഇനി ആ മറ്റേ സ്വാമിയാണെങ്കിലും ഈ പരകായ വിദ്യ ഞാൻ കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, എന്നിട്ട് ഇത് എഴുതി തന്നില്ലേ, പോയ കാര്യം പറയാം. കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ദാ പ്രഭാകര സിദ്ധിയോയിസിലും ദേ പോണം എന്ന് ഇദ്ദേഹം പറയുക. ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം ഇദ്ദേഹത്തിന് പ്രജ്ഞ വേണം. അപ്പം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും വീഴുന്ന ആളല്ല. പറഞ്ഞു, ഒരു പൂർണ്ണ ചന്ദ്രൻ്റെ ലൈറ്റാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. എന്ത് കണ്ടു നിങ്ങളെന്ന് ഞാൻ ചോദിച്ചു. അതൊരു പൂർണ്ണ ചന്ദ്രൻ, അതിൻ്റെ നടുക്ക് സ്വാമി ഇങ്ങനെ ഇരിക്കുന്നു, ഒരു യോഗ രൂപത്തിലിരിക്കുന്നു പറഞ്ഞു. കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം. നമ്മളാരും കണ്ടില്ല. ആ പറഞ്ഞ് പ്രവചിച്ച പോലെ തന്നെ ആ ഏപ്രിൽ 6-ാം തീയതി അദ്ദേഹം സമാധിയായി കഴിഞ്ഞപ്പോൾ ആ ജഡ ഉപേക്ഷിച്ചപ്പോൾ എനിക്കിനി ഒന്നും കൺഫേംഡ് ആകാനില്ല, പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിനിടയ്ക്ക് കുറേ സമയങ്ങളിലാണ്
അദ്ദേഹം എന്നെ കൊണ്ട് ഈ മരണാനന്തര ജീവിതമല്ലേ എൻ്റെ തീസീസ്. അപ്പം എന്നോട് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നീ വഴിയെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ഭാഗവതം ഉപാസിക്കാൻ പറഞ്ഞു. അത് എല്ലാവർക്കും ഒരു പൂർവ്വജന്മമുണ്ട്. നമ്മൾ ഈ പെടുന്നതിന് ഇങ്ങോട്ട് ഞാൻ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞാണ് ഈ ജന്മം വന്നത്. നീയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ സൂക്ഷ്മ ശരീരികളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ഉണക്കലരിച്ചോറ് വെപ്പിക്കും അവിടെ താമസിക്കുമ്പോൾ. അപ്പോൾ ഈ ഉണക്കലരിച്ചോറ് വെച്ചിട്ട് പൊതിഞ്ഞ് കെട്ടിക്കും. നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ണാൻ പോകുമ്പോൾ വാഴയിലെ പൊതിഞ്ഞ് കഴിക്കും. എന്നിട്ട് ഞാനങ്ങ് ഓഫീസിൽ പോകും. അപ്പോൾ കൂടെ ഗോപിപ്പിള്ള ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു സമാധി വരെ. വാഴപ്പള്ളി ഗോപിപ്പിള്ള എന്നാണ്, മരിച്ചു, അദ്ദേഹം സമാധിയായി. അപ്പോൾ ആ ഗോചേട്ടനോട് ഞാൻ ചോദിക്കും, ഈ ചോറ് എവിടെ കൊണ്ടുപോകുന്നതെന്നൊന്ന് കണ്ടുപിടിക്കണേന്ന് പറയും. അപ്പോൾ ഗോചേട്ടൻ പറയും, ഒരു സർപ്പക്കാട്ടിലേക്ക് കയറി പോകും അതിൻ്റെ അടുത്തുള്ളത്, എന്നിട്ട് എന്തൊക്കെയോ ശബ്ദം പുറത്ത് നിന്നുമ്പോൾ കേൾക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം ധൈര്യസമേതം ഞാൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ ഇത് സർപ്പങ്ങൾക്കാണോ കൊണ്ടുപോകുന്നത് ഈ ചോറ്? ഞാൻ ഇവിടുത്തെ പുറത്തുള്ള അടുക്കളയിലിട്ടാണ്, പുറത്തൊരു അടുപ്പ് കൂട്ടി, അടുക്കളയൊന്നും അല്ല പറഞ്ഞ സ്ഥലമാണ്. അപ്പം പറഞ്ഞ, അല്ലടി 10-12 വർഷങ്ങളായിട്ട് അന്നം കൊടുക്കാത്ത സൂക്ഷ്മ ജീവാത്മാക്കളുണ്ട്, ബലികർമാദികൾ കിട്ടാത്തത്, അവരെയൊക്കെ തേടിയാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ആരാ? മണ്ണിനടിയിൽ പോയവരുണ്ട്, വെള്ളത്തിനടിയിൽ പോയവരുണ്ട്, വായവീയ ശരീരങ്ങളുണ്ട്. അയ്യോ, ഇവരൊക്കെ ഇത്ര. അത് നമ്മൾ പുറമേ കാണുന്ന കൂടുതൽ ആളുകൾ സൂക്ഷ്മ ശരീരങ്ങളുണ്ട്. ഇത് സൂക്ഷ്മ ലോകമാണ്. അപ്പം അതിൻ്റെ ആളാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ ഈ ഇത്രയും വർഷങ്ങൾ ജീവിക്കുന്നതെന്ന് പറയുന്നത് ഉള്ളതാണോ? അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ട്, അതൊക്കെ നടക്കും. അപ്പം എന്തിനാണ് പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഭഗവാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഭഗവാനെ ആരും അംഗീകരിക്കുന്നില്ല, ഭഗവാന് വീടില്ല, ഭഗവാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കാണുന്നു, കൊണ്ടുവരുന്നവരാരും പിന്നീട് ഇങ്ങോട്ട് കാണുന്നില്ല. ഞാനാണെങ്കിൽ ഭഗവാനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അച്ഛനോട് പറയും, അച്ഛ തിരിച്ച് ഓമല്ലൂർക്ക് വിടുന്നത് കാറിലേ വിടാവുള്ളേ, എൻ്റെ പൈസ ഞാൻ തരാം. നമ്മുടെ ഭഗവാനെ അങ്ങനെ ആൾക്കാരെല്ലാം പിരിഞ്ഞു പോകും. ഓരോ കാര്യത്തിന് കൊണ്ടുവന്ന് വെച്ചാൽ പെട്ടെന്ന് സ്കിപ്പാകും ആൾക്കാർ, പൈസ കാണത്തില്ല, അതുകൊണ്ടാണ് ആൾക്കാരുടെ കയ്യിൽ. അപ്പോൾ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനല്ല, ഒരു 300 വർഷം കൂടി ഇരിക്കണം, എനിക്ക് എന്നെ വിശ്വസിച്ച് ഭജിച്ചവർക്ക് മോക്ഷം കിട്ടുന്നവരെ ഞാൻ ഈ വേല ചെയ്യുമെന്ന് പറഞ്ഞു. ഈ വേല ചെയ്യുമെന്ന് പറഞ്ഞു. പോയാലും എനിക്ക് വരണം, ഞാൻ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിൻ്റെ മക്കളുടെ തലമുറ വരെ ഞാൻ കാണുമെന്ന് പറഞ്ഞു. അതാണ് 3 തലമുറ പറഞ്ഞത്. അങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവരൊക്കെ എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, ഓരോരോ വേൾഡ് ഉണ്ടല്ലോ, ഓരോ റില്ലമാണ്, വായവീയ ശരീരികളുണ്ട്, ഈ പറയുന്നതെല്ലാം. നീ അത് ഭാഗവതം പഠിക്കേ. എനിക്കിപ്പം അത് ഒരുപാട് സംസാരിക്കുന്ന ഭഗവാൻ ഇഷ്ടമല്ല. ഒന്നാമത് എൻ്റെ സംസാരം വളരെ ഒരു ദൈവത്തോടല്ലല്ലോ പറയുന്നത്. ഞാൻ എൻ്റെതായ കാളിദാസനെ പണ്ട് ആട്ടടനെ പിടിച്ചോണ്ട് പോയല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞ്, മനസ്സിലായോ എന്ന് ചോദിക്കും ദേഷ്യത്തിൽ, കണ്ണിങ്ങനെ തീവ്രമാകും. അപ്പോഴും അത് അദ്ദേഹത്തിന് നമ്മളോട് ദേഷ്യപ്പെടുമല്ല, മനസ്സിലായോ അല്ലെങ്കിൽ ആക്കണം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരിടത്തും കിട്ടാത്തത് നമുക്ക് കൊച്ചു കൊച്ചു ചോദ്യങ്ങളിലൂടെ കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരീരം വെടിഞ്ഞു നിൽക്കുന്ന ആത്മാക്കളുണ്ട്, അവർക്ക് ആഹാരം വേണം. അവർക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ അവരാലെയും, അവർ വല്ല കാട്ടിലോ കരിയിലോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിനടിയിലും ഉണ്ടല്ലോ, മണ്ണിനടി പോയവരെയും വെള്ളത്തിനടി പോയവരെയും ഒക്കെ പിടിച്ചുകൊണ്ട് വരേണ്ട ജോലിയാന്ന് പറയുന്ന ആത്മാവിനെ കൊണ്ടുവരിക, മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നതാണല്ലോ. അദ്ദേഹത്തിനെ ഉപാസിച്ചിരുന്ന ഡിവോട്ടി. ഇപ്പം ഞാൻ ഡിവോട്ടി ആകുന്നു, ആ ഡിവോട്ടിയായി എന്നെ അദ്ദേഹം ഒരു ദൈവത്തെ പോലല്ല, അദ്ദേഹം പരമകാരുണികനാണ്. ആ ആളിനെ തേടിയാണ് ഈ പരകായ വിദ്യ ഉപയോഗിക്കുന്നത്. അത് ഏത് കാട്ടിലാണേലും കരിയിലാണേലും അദ്ദേഹത്തിന് കാണാം, അദ്ദേഹം പിടിച്ചുകൊണ്ട് വരും. ചിലപ്പോഴൊക്കെ കയ്യിലൊക്കെ ഒരുപാട് കെട്ടുകെട്ടും, കാലയിലൊക്കെ ഒരുപാട് കെട്ടുകെട്ടും. ചിലപ്പം ചീത്ത വിളിക്കുന്നേക്കാം, പോരാ തെറി വിളിക്കും ചിലപ്പം. അപ്പം ഇങ്ങോട്ട് ഭയങ്കര തെറി വിളിക്കും, തെറി നമുക്ക് തോന്നുന്നത്. അപ്പം ഒരു ദിവസം ഞാനൊരു എക്സാമ്പിൾ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു ബന്ധുവൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും നിൽക്കുമ്പോൾ ഭഗവതി ക്ഷേത്രത്തിന് നടുക്ക് ചെന്നേച്ച് പുണ്ടച്ചി മോളേന്ന് വിളിച്ച്. അപ്പോഴത്തേക്ക് ഉടനെ അവിടെ നിന്നവരെല്ലാം, അയ്യോ ദേ അമ്മാവൻ്റെ അവിടെ വരുന്ന സ്വാമിയാണ് ഇദ്ദേഹം, ഇവരങ്ങ് വളഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടാ എന്താ നിനക്ക് അറിയേണ്ടത്? ഞങ്ങൾക്ക് ഇതാ അറിയേണ്ടത്, ഞങ്ങളുടെ ക്ഷേത്രത്തിന് മുമ്പ് നിന്ന് സഹസ്രാരപുണ്ഡസ്ഥിതയായ മകളെ നമസ്കാരം എന്നാ. പോടാ അക്ഷരാഭ്യാസം ഇല്ലാത്തവനെന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ കാണുക സഹസ്രാരപുണ്ഡത്തിലിരിക്കുന്ന ഭദ്രകാളി. അദ്ദേഹം ചെല്ലുമ്പം വരുമല്ലേ, ആ മിസ്റ്റിക് ലാംഗ്വേജ് നമുക്കറിഞ്ഞൂടാ. അദ്ദേഹം തെറിയല്ല പറയുന്നത്,
അദ്ദേഹം പറയുന്ന വേറൊരു ലാംഗ്വേജാ. മാനുഷികതലത്തിൽ അദ്ദേഹത്തിനെ വിലയിരുത്തിയവരെല്ലാം അദ്ദേഹം ഇങ്ങനെയൊക്കെ പൂരപ്പാട്ട് പാടിയെന്നാണ് പറയുന്നത്. പൊക്കോളും ആളുകൾ, ജീവജാലങ്ങൾ അടുക്കത്തില്ല. അപ്പോൾ അച്ഛൻ പറയും, ഞാൻ മക്കളും കൊച്ചുമക്കളുമായിട്ട് കഴിയുന്ന എന്താ പറയുന്നത് ജി പിക്കും തുടങ്ങിയോ ഈ അസുഖം എന്ന് ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കും, ഭഗവാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടി ഇത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്, ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ വന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ദേവതകളുടെ കാര്യമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞങ്ങൾ മാലയിട്ട് തന്ന സ്വാമിയാണ് ആദ്യം കന്നിമല മോനെ കൊണ്ടുപോകാനായിട്ട്. ഞാൻ പോയില്ല, ഞാനിങ്ങനെ അവിടെ താഴെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ക്വാർട്ടറൊക്കെയാണ് അവിടെ ഹസ്ബൻഡാണ് കൊണ്ടുപോകുന്നത്. ഇവന് നേർച്ച നിറഞ്ഞിട്ടാണ് 12. അപ്പം ഞങ്ങൾ അയ്യപ്പൻ്റെ അടുത്ത് പോലെ, എടി അയ്യപ്പൻ എന്നല്ല അബ്ജൻ, ആ വിഭക്തി പ്രത്യേകം കേൾക്കണം. അപ്പം ഞാൻ ചോദിച്ചു അതെന്തുവാ? അപ്പ് വെള്ളം, അബ്ജം താമരയിലിരിക്കുന്നവൻ. അപ്പം ഞാൻ ചോദിച്ചു, ഭഗവാനെ അതാണോ ഇങ്ങനെ നിലം തൊടാതിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം വിഷ്ണുവിന് ഹരിക്കും ഹരനും ഉണ്ടായിക്കഴിഞ്ഞു, പിന്നെ ആരായിരിക്കും അതെന്ന് ചോദിച്ചു. ബ്രഹ്മാവായിരിക്കും. അയ്യപ്പൻ ബ്രഹ്മാവാണ്. എനിക്കറിഞ്ഞൂടാ, ഇത് പറഞ്ഞതാ. അബ്ജൻ അദ്ദേഹത്തിൻ്റെ വിഭക്തിയാണ്. കൃത്യമായിട്ട് ഞാൻ കേട്ട കാര്യമാണ്. അബ്ജൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷന്. അല്ലെങ്കിൽ മൂടുകുത്തി ഇരിക്കുകയല്ല ആ യോഗ നിഷ്ഠ. താഴെ എന്തെങ്കിലും ഒരു പ്രതലം ഇല്ലാതെ ആർക്കെങ്കിലും ഇരിക്കാൻ ഒക്കുമോ? അപ്പം താമരയിലാണ് ഇരിക്കുന്നത്, പ്രപഞ്ചത്തിലെ ഒരു താമരയിലാണ് ഇരിക്കുന്നത്. ബ്രഹ്മാവാണെന്നല്ല, അബ്ജൻ എന്ന് പറഞ്ഞാൽ താമരയിലിരിക്കുന്നവന് എന്നാകാം. അബ്ജന് അല്ലാതെ നമ്മൾ കാണുന്ന ആ ഇരിപ്പെന്ന് പറയുന്ന അസാധാരണമായ യോഗ ആസനമല്ലേ അത് സ്വാമിയും കൂടെ അവിടെ കയറി പ്രതിഷ്ഠിച്ചെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എതിർച്ചയാ കിട്ടുന്ന നോളജാണ്. അപ്പോൾ ആ നോളജൊക്കെ നമുക്ക് കിട്ടി. ഇപ്പോൾ സമാധിയായെങ്കിലും സമാധിയുടെ അപ്പോൾ എല്ലാം 3-ാമത്തെ ദിവസം അവിടെ എല്ലാം ഭസ്മത്തിലൊക്കെ ഇരുത്തിയിട്ട് വന്നു. പിന്നെയും സത്യം പറഞ്ഞ അപ്പം ഞങ്ങളോട് എഴുതി തന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കൂടെ ഭൂമണ്ഡലത്തിൽ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ സമാധി ഇരുത്തിയിട്ട് ഞങ്ങൾ വന്ന് അച്ഛൻ്റെ ഈ പർണശാലയുടെ അവിടെ തന്നെ വന്ന് ഞങ്ങളെല്ലാവരും കിടക്കുക. എന്നുവെച്ചാൽ അമ്മയൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, സ്വാമിക്കെല്ലാം ബർത്ത്ഡേ ഘോഷിക്കാനുള്ള പായസമൊക്കെ വെക്കുന്നുണ്ടല്ലോ. ഞാനും മോനും അങ്ങ് തളർന്നു. അപ്പം ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 10-18 വയസ്സുള്ള ഒരു ആൺകുട്ടി ഇങ്ങനെ ഒരു കൈലിയൊക്കെ എടുത്തിട്ട് കയറി വന്നിട്ട് പറഞ്ഞു, ബാ നമുക്ക് നമ്മുടെ വാടക വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഏതാണ്ട് പറഞ്ഞപ്പോൾ അച്ഛനോട് ഏതാണ്ട് കൊള്ളിവാക്ക് പറഞ്ഞു. ഞാനും കൂടെ പോവുക, നമുക്ക് തൊട്ടടുത്താണ് 1 കിലോമീറ്റർ നടന്ന വാടക വീട്ടിൽ പോകാം. അപ്പോൾ വാടക വീട്ടിലേക്ക് ഇത് മുമ്പേ പോവുക. ഞങ്ങളവിടെ ചെന്ന് നേരത്തെ അറിയാമായിരുന്നു? അറിയത്തില്ല, ആദ്യമായിട്ട് കാണാം. അപ്പം ഇതിങ്ങനെ ഇതെല്ലാം ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആകർഷണമാണ്. നമ്മളറിയാതെ പിന്തുടരുക ചില കാര്യങ്ങൾ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ 2 ദിവസം മണ്ണിനടിയിലായിരുന്നു, കുറച്ച് വെള്ളം കോരി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം കിണറുണ്ട്, അവിടെ വെള്ളം കോരി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഭയങ്കര വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തരാനാണ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞു. എനിക്ക് പേടി, ആരും അറിയാത്ത ഈ ഒരു സാധനം കയറി വീട്ടിനകത്ത് കയറി വരിക, വെള്ളം പുറത്ത് വന്ന്. അപ്പോൾ ഇവനോട് ഇങ്ങനെ കൈ നീട്ടി ഒരു 5 രൂപയുടെ നോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി ബേക്കറിയിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ടേ എനിക്കും കൊണ്ടുവന്നു. അപ്പം ഇവൻ പോയി സാധനം വാങ്ങിക്കാൻ പോയി. ഈ വെള്ളം മുഴുവൻ കോരി കൊടുത്തു. കുറേ ഇത് ഇറങ്ങുന്നില്ല. ഞാൻ വിചാരിച്ചു ഇത് ആത്മഹത്യ ചെയ്യാൻ ജനമറ്റോ ആണോ ഞാനിനി എൻ്റെ ഇതുകൊണ്ട് ഇനി കുളിമുറി കയറിയ സാധനം തിരിച്ചിറങ്ങി വരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എനിക്ക് വെച്ചിരിക്കുന്ന മുണ്ടിങ് എടുക്കാൻ പറഞ്ഞു. ഖദർ മുണ്ടും ഒരു ഈ ഓയിൽ ജിബായുമാണ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്നത്. അതൊക്കെ എടുത്തു കൊടുത്തു. അതൊക്കെ ധരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, ഞാൻ പോവുക, ഇനി എൻ്റെ വേൾഡ് വേറെയാണ്, നിങ്ങൾ വിഷമിക്കരുത്, ഞാൻ ഭൂതവും പ്രേതവും ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല, അവനും കൂടെ വരട്ടെ, കൊണ്ടുവരുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഞാനാ ചെയ്യുന്നത്, സത്യസന്ധമായിട്ട് ജീവിക്കണം, അത് ബാക്കിയെല്ലാം ആ ഓടക്കുഴക്കാരൻ തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവം ഇതിനി ഓടക്കുഴക്കാരനെ അന്വേഷിച്ച് പോകണം, അതെവിടെ? എനിക്കറിയത്തില്ല രാഹുലെ, ഞാൻ ഒരു കള്ളം പറയുന്ന ആളല്ല. നൗ ഐ ആം റീച്ചിങ് 78. എനിക്ക് വൈറലാകണമെന്നോ, അതായത് ഒരുപാട് പ്രസിദ്ധിയുള്ള കുടുംബത്തിൽ, ഇഷ്ടംമാതിരി സ്വത്തുള്ള കുടുംബത്തിൽ, നല്ല 1-ാം ക്ലാസ് ജോലി, അഭിനയിക്കാനറിയാം, എഴുതാനറിയാം, എല്ലാം തികഞ്ഞ ഒരു ജന്മം തന്നെ. അല്ല ഒരു കള്ളം പറഞ്ഞ് നേടണ്ട. എനിക്ക് കാഷ്യറായിട്ടാണ് കയറിയത്. അപ്പോഴും ഞാൻ പൈസയുണ്ട്. പിന്നെ എന്നെ 10 കൊല്ലം ഇലക്ട്രിസിറ്റി ബോർഡിൽ എന്നെ അവിടെ ഒരേ കൗണ്ടറിൽ തന്നെ ഇരുത്തി ഡിസ്ബേഴ്സ്മെൻറ്റിന്. അപ്പോഴും ഞാൻ
ഇവരുടെ എല്ലാം ഡിസ്ബേഴ്സ്മെൻറ്റോ ബോണസോ ഒക്കെ ഇഷ്ടംമാതിരി അപ്പോഴും പൈസ കൈകാര്യം ചെയ്യും. പിന്നെ അച്ഛനാണെങ്കിൽ പൈസ എണ്ണിക്കുന്നത് എന്നെ കൊണ്ട്. അപ്പം ഹസ്ബൻഡിന് സാമാന്യത്തിലേറെ പൈസയുള്ളൂ. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും എനിക്ക് ചിന്തയില്ല. എനിക്ക് എൻ്റേതല്ലാത്ത ഒരു ചിന്ത ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിക്കണം, അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമില്ല. പിന്നെ അവരെന്ത് ചെയ്യും ഇത് കണ്ടുപിടിക്കണം. ആരുടെ കാലിൽ പിടിച്ചാണേലും വേണ്ടിയില്ല, ഈ രഹസ്യം കണ്ടുപിടിച്ചിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. മരണത്തെ അതിജീവിക്കുന്ന എങ്ങനെയാണ്, ഇതാണ് എൻ്റെ തല മുഴുവൻ. ഞാൻ എൻ്റെ ക്ലാസ് ജോലി ചെയ്യുന്ന കൂട്ടുകാരോട് പറയാം നിനക്ക് അസൽ വട്ടാ, നീ ഇപ്പോൾ ആ 2 കുട്ടികളുടെയും ഹസ്ബൻഡിൻ്റെ കാര്യം ചിന്തിക്കുക വെച്ചേ, നിനക്ക് സാമാന്യം കഴിക്കാൻ വകയുണ്ട്, നീ ആവശ്യമില്ലാതെ കാര്യങ്ങളൊന്നും നിനക്കിത് കിട്ടത്തില്ല, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യും അന്ന്. പക്ഷേ ഇതിങ്ങോട്ട് വന്ന് അപ്പോൾ ഈ സാധനം വന്നല്ലോ, ഈ സാധനം വന്നിട്ട് പോയി. അപ്പോഴത്തന്നെ പോയി. അവൻ ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു, എന്നിട്ട് ഓടക്കുഴക്കാരൻ നോക്കുമെന്ന് പറഞ്ഞ് പോയി. അപ്പോഴേ ലെഫ്റ്റായി. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു, ഈ വീട്ടിലേക്ക് വന്നു. ആ വീടെല്ലാം ഒഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു മര്യാദയ്ക്കൊക്കെ ആണെങ്കിൽ ഇവിടെ താമസിപ്പിക്കാം. ഞാൻ നല്ല ചീഫ് സെക്രട്ടറി വരെയുള്ള കുടുംബമാണ് CP നായർ. ഇവിടെ പ്രാന്തുകൾ കാണിച്ചാൽ ഈ നാട്ടുകാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കരുത്, ജോലിക്ക് മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഇവിടെ കുടിയുടെ പോയി വീട് ഞാൻ തയ്യാറെടുത്തു. എനിക്ക് ഒരു പണിഷ്മെൻറ്റ് തന്നു. 5 വർഷത്തെ അരിയർ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ ഞങ്ങളുടെ സ്റ്റാഫിന് ഉള്ളത് ഞാൻ തന്നെ എഴുതി കൊടുക്കണം, എന്നാൽ അവിടെ ഇരുത്താം. അപ്പം യൂണിയൻ പണക്കം ഉണ്ടായിട്ട് ഇട്ടേക്കുന്ന കാര്യമാണ് ഇത് പണി ചെയ്യാതെ. അപ്പോൾ 6 മണി വരെ ഞാൻ ഇരുന്ന് പണി തുടങ്ങി. എനിക്ക് അന്നത്തെ കാലത്ത് രാഹുലെ എനിക്കൊരു 50,000 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ 2 സ്പെല്ലിൽ. അന്നത്തെ കാലത്ത് എനിക്ക് ആകെ 2,000 രൂപയാണ് ശമ്പളം. ഇവരുടെ എല്ലാം പണിഷ്മെൻറ്റാണ് എനിക്ക്. ഓവർ ടൈം ചെയ്ത് 2-3 മാസം ഞാൻ ചെയ്ത് എനിക്ക് ഈ പൈസ കിട്ടിയപ്പോൾ ഞാൻ മണ്ണടിക്കാൻ തുടങ്ങി വെള്ളത്തിൽ. അപ്പോഴും ആൾക്കാർ പോകാൻ തുടങ്ങി, ഒരു കായൽ നികത്താൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നികത്തി, ഒരു 3 സെൻറ്റ് നികത്തി. ചുരുക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഷെഡാണ് അടിക്കുന്നത്. പിന്നെ അങ്ങോട്ട് എനിക്ക് ബൈ ഞാൻ സ്വാമി പറഞ്ഞ പോലെ എനിക്ക് 5 മുറിയിലെ വീടായി അവിടെ.